വടക്കൻ കേരളത്തിൻ്റെ ഒരു പിക്ചർ, അതായത് വോട്ട് വൈബ് നൽകിയ സർവേ ഫലമാണിത്. UDF 45%, LDF 39%, NDAക്ക് 12% എന്നതാണ്. അതായത് മലബാർ റീജിയൻ ആണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് അടക്കം മെജോറിറ്റിയുള്ള ഇടങ്ങളുണ്ട്. ആ ഡേറ്റയെ നമ്മൾ തീർച്ചയായും വളരെ പെട്ടെന്ന് കഴിഞ്ഞ തവണത്തെ, അതായത് 2021 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്ത് പോകേണ്ടതുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ വിലയിരുത്തുമ്പോൾ ആണ് നമുക്ക് ആ റീജിയൻ കൂടി ഒന്ന് പരിശോധിച്ച് പോകേണ്ടതായി വരുന്നത്. വളരെ പെട്ടെന്ന് ആ നിലയിലുള്ള പരിശോധന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണ ഈ മലബാർ ഉൾപ്പെടുന്ന മേഖല ചിന്തിച്ചിരുന്നത് എന്നതാണ്. ഇപ്പോഴിതാ നമ്മൾ പരിശോധിക്കുമ്പോൾ LDF അവിടെ 38 സീറ്റുകൾ വരെ ഈ മലബാർ ഉൾപ്പെടുന്ന മേഖലകളിൽ നേടാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ തവണ എന്നതാണ്. UDF 22 എന്നതാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത തന്നെ അതായിരുന്നു. എല്ലാ മേഖലകളിലേക്കും വളരെ കൃത്യമായ ഒരു കടന്നുകയറ്റം LDF നടത്താൻ സാധിച്ചു. UDF അവിടെ പിന്നിൽ പോയി. പക്ഷേ ഇത്തവണ വോട്ട് വൈബ് നൽകുന്ന കണക്കുകൾ അപ്രകാരമല്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം ആയിരിക്കും ഉണ്ടാവുക എന്നതാണ്. ഇതാണ് വടക്കൻ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം. അതായത് LDF മെജോറിറ്റി ഉണ്ടായിരുന്ന ഇടങ്ങളിലേക്ക് UDF കടന്നു വരും എന്നതാണ് ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി മധ്യ കേരളത്തിൻ്റെ ഡേറ്റയിലേക്ക് വരുമ്പോൾ വീണ്ടും മാറ്റമുണ്ടാവുകയാണ്. മധ്യ കേരളത്തിലും കഴിഞ്ഞ ചിത്രം പരിശോധിച്ചാൽ അവിടെയും LDF ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. 17 സീറ്റുകളിൽ LDF ആണ് മുന്നിട്ട് നിന്നത്. ഈ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അതൊരു ക്രിസ്ത്യൻ സോണാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതായിരുന്നു പിക്ചർ. ഇനി നമ്മളിതാ വോട്ട് വൈബിൻ്റെ ഡേറ്റ കൂടി ഒന്ന് മധ്യ കേരളത്തിലേത് പങ്കുവെക്കുകയാണ്. അവിടെയാണ് നമ്മൾ ചിത്രം മാറുന്നു എന്നത് കാണാൻ സാധിക്കുന്നത്. UDF 41.5%, LDF 40%. ഏതാണ്ട് ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ഇത്തവണ നടക്കും എന്നതാണ് എടുത്തു പറയേണ്ടതായി വരുന്നത്. ഇത്തരത്തിൽ ചിത്രം മാറുന്നു ഇപ്പോൾ മധ്യ കേരളത്തിൽ എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇനി തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ചിത്രം എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ തവണ ഈ തരത്തിൽ വലിയ തോതിൽ ആധിപത്യം പുലർത്തിയ, അതായത് ഇടതുപക്ഷം ആധിപത്യം പുലർത്തിയ ഒരു മേഖലയാണ് ഈ തെക്കൻ മേഖല എന്നത്. അവിടെ UDF കേവലം 4 സീറ്റുകളിൽ മാത്രമാണ് വിജയക്കൊടി പാറിക്കാൻ സാധിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണ സാഹചര്യം മാറിമറിയുന്നു എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വോട്ട് വൈബ് നടത്തിയിട്ടുള്ള സർവേയിൽ തെക്കൻ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 39 സീറ്റുകളിൽ ഇപ്പോഴിതാ തെക്കൻ കേരളത്തിൽ 39% വോട്ടുകൾ UDF, 39% വോട്ടുകൾ LDF എന്ന നിലയിലേക്കാകുമ്പോൾ കഴിഞ്ഞ തവണ നേടിയതുപോലെ ഉള്ള ഒരു അപ്രമാദിത്വം LDF സംബന്ധിച്ചിടത്തോളം തെക്കൻ മേഖലകളിൽ ഉണ്ടാകില്ല. കഴിഞ്ഞ തവണ 30 സീറ്റുകൾ ആയിരുന്നു തെക്കൻ മേഖലയിൽ നിന്ന് LDF അക്കൗണ്ടിലാക്കിയത്. UDF സംബന്ധിച്ചിടത്തോളം 4 സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ വോട്ട് വിഹിതത്തിലും കാര്യമായ കുറവുണ്ടായിരുന്നു തെക്കൻ കേരളത്തിൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൊതുവിൽ ഇതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചിത്രം. അതായത് മത സാമുദായിക സംഘടനകൾ ഏത് രീതിയിലാണ് മാറി ചിന്തിക്കുന്നത്, അതിൻ്റെ പ്രതിഫലനം രാഷ്ട്രീയ കേരളത്തിൽ എങ്ങനെ സംഭവിക്കും എന്നത് സംബന്ധിച്ച എക്സിറ്റ് പോളിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ ഈ നിലയിലാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതൊരു ആധികാരികമായ ഡോക്യുമെൻ്റ് അല്ല. ഇനി തെരഞ്ഞെടുപ്പ് ഫലം മെയ് 4 പുറത്തു വരുമ്പോൾ ഈ സമുദായ വോട്ടുകൾ ഒപ്പം കേരളത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ, മലബാറും മധ്യ കേരളവും തെക്കൻ കേരളവും എങ്ങനെ ചിന്തിച്ചു എന്ന് ആധികാരികമായി തന്നെ അറിയാൻ സാധിക്കും. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പ്രൈമറി സ്റ്റഡി എന്ന നിലയിൽ കണക്കാക്കാൻ പറ്റുന്ന ഡേറ്റയാണ് ഇതുവരെ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.